പറയാൻ ഈ മമ്മതും കൂട്ടരും നമ്മളെ തടഞ്ഞതാ. ധിക്കാരി മാറിപ്പോടാ. പിന്നെ നിങ്ങൾ വലിയ ജാതി നാട്ടിലെ പ്രമാണിയായിരിക്കും, ഇതിലിടപെടണ്ട. ഇത് ഞമ്മളെ കാര്യമാണ്, ഞമ്മള് ദീനിന്റെ കാര്യമാണ്. പുല്ലാര നേർച്ചയ്ക്ക് ഒരുത്തരങ്ങളെ മുട്ടിയാ വിളിച്ചാ പോയാല് അർത്ഥളയും. നോക്കിക്കോ. നോക്ക്, അത് കുത്തും. എന്റെ കളിയൊന്നും അതിനോട് വേണ്ട. ഈ എന്തിനാ കടവത്തേക്ക് വന്നത്? നിങ്ങളോട് കൂട്ടം പറയാൻ. കൂട്ടം പറയാനാ? പിന്നെ നിങ്ങള് പറഞ്ഞ തിരൂരങ്ങാടിക്കാരൻ ലവ്കുട്ടിനെ ഞമ്മള് കണ്ടല്ലോ, വിഷയം പറഞ്ഞു. ഉറക്കത്തിലാ? പെണ്ണ് മോശമല്ലല്ലോ. നിക്കാഹ് കഴിയണതിന് മുമ്പ് മാരനെ കിനാക്കാണാൻ തുടങ്ങിയ? അല്ലാന്ന്, മൂപ്പര് ഞമ്മള് നേരിട്ട് ജീവനോടെ കണ്ടു. അന്ന് രാത്രി കോൽക്കളി കാണാൻ ഞമ്മള് പൊരയിൽ വന്നില്ലേ? എന്നിട്ട് സമ്മതം തന്നിക്കണ്. വേറെ കെട്ടിക്കോളാൻ. വേറെ ആരെ? കിഴക്കേടുന്ന തമ്പ്രാൻകുട്ടിക്ക് നിങ്ങളോട് എന്തോ പറയണം. എന്തിനാ അയാളിങ്ങനെ കൂടെ കൂടെ നിങ്ങളെ കാണുന്നത്? അത് വേറെ. ഈ മൂരികളൊന്നും നനച്ചിട്ട് ഉമ്മ നിങ്ങളെ കാണാണ്ട് ബേജാറായിരിക്കുക. ആശ നിക്ക്. ഇങ്ങനെയാണെങ്കിൽ ലാപ്പാനോട് മോളെ എന്റെ പുരയിലേക്ക് അയക്കണ്ടെന്ന് നമ്മൾ പറയും. എന്താ കാക്ക? പുല്ലങ്കോട്ട് എസ്റ്റേറ്റിൽ മണ്ടിപ്പാഞ്ഞ് നടക്കാൻ ചേലിക്ക് ഇവിടെ പറ്റില്ല എന്നുവെച്ചാ മക്കനിട്ട് നമ്മൾ പോരേണ്ട അത് കുത്തിയിരിക്കണം തന്നെ. അല്ലെങ്കിൽ ഈ ദേശക്കാര് ഭയക്കിടും. പൊക്കോ. പട്ടാളത്തിൽ നിന്ന് നിങ്ങളുടെ കൂടെ പിരിഞ്ഞ ഇവിടുത്തുകാരെ മുഴുവൻ അറിയൂ? കുറെ പേരൊക്കെ അറിയാം. അവരെ സംഘടിപ്പിക്കണം. ഏത് നിമിഷവും ഒരു സംഘടനം ഉണ്ടാവാൻ ഇടയുണ്ടെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, അതിനുള്ള ഒരുക്കം രാജ്യം മുഴുവൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ ഇരുന്നുകൂടാ. ആയുധമാണ് അതിനാവശ്യം. ഞാൻ പറയുമ്പോ ഒന്നും വിസാരിക്കരുത്, പേടിച്ചിട്ടല്ല. കുഞ്ഞമ്മായി അറിയിക്കാതെ എനിക്ക് ഇടിച്ചു കയറാൻ പറ്റൂല. ആലോചിച്ചോളൂ. ഞാനിന്ന് താനൂർ വരെ ഒന്ന് പോവാണ്, എന്റെ ഒരു ബന്ധുവീട്ടിൽ. വന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. ആയിക്കോട്ടെ. ഇനി വീട്ടിലേക്ക് പോകാം. വേണ്ട, പറയാനുണ്ട്. വരൂ. എന്നിട്ട് ഉണ്ണിയേട്ടൻ അച്ഛനായിട്ട് പിണങ്ങിയാ പോന്നത്? പിണങ്ങിയല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ മകൻ ബ്രിട്ടീഷ് രാജിനെതിരായി പ്രവർത്തിച്ചാൽ മകനേക്കാൾ കൂടുതൽ ശിക്ഷ അച്ഛനാവും. അതുകൊണ്ട് ഞാൻ പോന്നു. പക്ഷെ ഇവിടെ തറവാട്ടിലും എന്നെ ആർക്കും വേണ്ടെന്നാണ് തോന്നുന്നത്. നാടും വീടും ഉപേക്ഷിച്ച എന്നെ ചിലപ്പോൾ അമ്മുക്കുട്ടിക്കും. ഉണ്ണിയേട്ടാ, എന്താണ്ടാ ഇവിടെ? കുഞ്ഞിത്തങ്ങളെ ഇത് മനസ്സിലായി. പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ആളും മനസ്സിനില്ലാത്തടത്ത് വിളിച്ചു വരച്ച് സൊള്ളുന്ന സുജായി. തങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പൂഴിക്കത്തറവാടിന് ദുഷ്ടേരുണ്ടാക്കിയ ഓല കഞ്ഞിയും വെള്ളവും കുടിച്ച് കഴിയണ ഈ ദേശക്കാരെ പൊറുക്കൂല. തമ്പുരാട്ടി പോ. മേലിൽ ഈ തോന്നിയാസത്തിന് ഇങ്ങോട്ട് വന്ന ഈ തങ്ങൾ നിങ്ങളെ വെറുതെ വിടൂല. ആ നടക്കി. മുസ്ലിയാർ ഞങ്ങൾ പറയണത് കേക്ക്. ഇന്നത്തെ പൊന്നാനി സഭയ്ക്ക് മുസ്ലിയാർ പോകരുത്. പോയാലും ഇടങ്ങാറാവും. നിങ്ങൾ വെറുതെ ഭയപ്പെടുകയാണ്. കുഴപ്പമുണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളെ പോലീസുകാർ മാനം കെടുത്തും. അല്ലെങ്കിലും വലിയ മാനത്തോടല്ലോ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്. പുറപ്പെട്ട സ്ഥിതിക്ക് ഞാനിനി മടങ്ങുന്നില്ല. പടച്ച തമ്പുരാനെ, ഇനി എന്തൊക്കെ മുസീബത്താണ് ഉണ്ടാകാൻ പോണതെന്ന് ആർക്കറിയാം. ഓല് വരുന്നുണ്ട്, തയ്യാറെടുത്ത് നിന്നോളി. മുസ്ലിയാർ പുതുപൊന്നാനിയിലെ ഖിലാഫത്ത് സഭയ്ക്കാവും പോകുന്നതല്ലേ? അതെ. അത് തടയാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. തിരിച്ചു പോകണം. ആരുടെ കൽപ്പനയാത്? അതൊന്നും അറിയേണ്ട കാര്യം നിങ്ങൾക്കില്ല. ഇൻസ്പെക്ടറെ, ഖിലാഫത്ത് യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയില്ലെന്നും പ്രസംഗിക്കുകയില്ലെന്നും ഞാൻ കളക്ടർക്ക് വാക്ക് കൊടുത്ത് പറഞ്ഞ വാക്ക് ഞാൻ തെറ്റില്ല. അതുപോലെ ഇന്ന് പുതുപൊന്നാനിയിൽ നടക്കുന്ന സഭയുടെ അധ്യക്ഷൻ ജനാബ് അബ്ദുൽ അസീസ് മൗലൂഫ് സാഹിബിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. സഭയിൽ പങ്കെടുക്കാമെന്ന്. അതും തെറ്റിക്കാനാവില്ല. ലവക്കുട്ടി, കുഞ്ഞലവി, ഒന്നിച്ചു പോകുമ്പോ സ്വന്തം വാപ്പയെ
അയാൾ എത്ര മോശക്കാരനായാലും അന്യരെ ഉപദ്രവിക്കുന്നത് മക്കൾ നോക്കി നിൽക്കില്ല. ഈ കുട്ടികൾക്ക് ഞാൻ ബാപ്പയല്ല, ഉപ്പാപ്പയാണ്, തങ്ങൾ ഉപ്പാപ്പ. നിങ്ങൾക്ക് അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ സ്വകാര്യമായി വിളിച്ച് ശിക്ഷിക്കാമായിരുന്നല്ലോ. എന്നാലും ഇവർ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കും. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ തടയുകയോ അറസ്റ്റ് ചെയ്യുകയോ എന്ത് വേണേലും ആകാം. ഇവരാരും ഒന്നും ചെയ്യില്ല. തിരുവൽപ്പാട് തെറ്റിദ്ധരിക്കരുത്. കോവിലകത്തുനിന്ന് മോഷണം പോയ തോക്ക് അവിടുത്തെ കാര്യസ്ഥൻ മമ്മ തന്നെയാണ് എടുത്തെന്ന് തീർച്ചയുണ്ടോ? അവനല്ലാതെ വേറെ ആരും മോഷ്ടിക്കില്ല, കള്ളൻ. അവിടത്തേക്ക് എന്താ ഉറപ്പ്? നിങ്ങൾ പ്രതിയെ വിട്ട് വാദിയാണോ ചോദ്യം ചെയ്യുന്നത്? മേന്നെ, നിങ്ങൾക്ക് മമ്പതിനെ പേടിയാണെങ്കിൽ അത് പറയൂ. ഞാൻ ആമൂനെയോ സൂപ്പർ ഹിച്ച്കോക്ക് സാഹിബിനെയോ തമ്പുരാൻ അങ്ങനെ തന്നെ കൊച്ചാക്കണ്ട. അങ്ങനെ പോയി തപ്പി നോക്ക്. സർ, ഇതിനകത്ത് എവിടെയും തോക്കില്ല. മുഴുവൻ പരിശോധിച്ചോ? സർ, മമ്മത് തോക്കും കൊണ്ടുവന്ന് കടന്നിരിക്കുക അല്ലേ? ഇല്ല ഉസ്മാനെ, ഓൻ പോയത്. എവിടേക്കായാലും നാളെ കാലത്ത് 10 മണിക്ക് മുമ്പായി അവനോട് ആ തോക്ക് പൂക്കോട്ടൂർ കോവിലകത്ത് ഏൽപ്പിക്കാൻ പറയണം. ഞാൻ അവിടെ ഉണ്ടാവും. ചെയ്ത തെറ്റിന് തിരുവൽപ്പാടിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ തമ്പുരാൻ ക്ഷമിച്ചെന്ന് വരും. ഇല്ലെങ്കിൽ എല്ലാം ഞാൻ വെള്ളമാക്കുന്നു അവനോട് പറഞ്ഞേക്കെ. പൂക്കോട്ടൂർ കോലത്ത് പോണം മമ്മദ്ക്ക. തമ്പുരാനെ കാല് പിടിക്കാനല്ല, ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ കുടിയിൽ കയറി അതിക്രമം കാണിച്ച ഇൻസ്പെക്ടർ നാരായണമേനോട് ചോദിക്കാനാ. അയാള് കോലത്തുണ്ടാവുന്നല്ലേ പറഞ്ഞത്? ആലിമുസ്ലിയാരുടെ ശിഷ്യനാണ് വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജി. ആ ഹാജിയാരുടെ ചെങ്കിടികളാണ് ഈ കാതറും മമ്മതൊക്കെ. അവറ്റകളെയാണ് ആദ്യം പിടിച്ച് അകത്താക്കേണ്ടത്. ആ മമ്മദ് വരട്ടെ. ഏതോന്റെ കാലാളായി മമ്മദ് കപിടിക്കേണ്ടത്? പറടാ ഹമുക്കേ. അരുത്, ആരുടെ കാലം പിടിക്കണ്ട. കുറെ കാലായിട്ട് കണ്ണീ ചോരല്ലാത്ത ഈ ഖിലാഫത്തുകാരെ കുത്തിപ്പറിക്കണം. ഈ കള്ളക്കേസ് അതിന്റെ പേരല്ലേ? അല്ല, ഞങ്ങളെ തച്ച് തൊപ്പി കുറിച്ചതും കൊടി ചീന്തിയതും സഭ മുടക്കിയത് നീയല്ലേ? ഇല്ല, ഖിലാഫത്തിനെതിരെ ഞാൻ ഇനി ഒന്നും ചെയ്യും. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ വിളി. ഖിലാഫത്ത് രാജ് സിന്ദാബാദ്. ഖിലാഫത്ത് രാജ് സിന്ദാബാദ്. മമ്മദ് വിളിച്ചു തുടങ്ങി. ഖിലാഫത്ത് രാജ് സിന്ദാബാദ്. ഖിലാഫത്ത് രാജ് സിന്ദാബാദ്. ആ ഖിലാഫത്ത് രാജ് സിന്ദാബാദ്. ഖിലാഫത്ത് രാജ് സിന്ദാബാദ്. ഖിലാഫത്ത് രാജ് സിന്ദാബാദ്. തമ്പുരാൻ, ഖിലാഫത്ത് രാജ് ചേലിക്കാണ് പണിയെങ്കിൽ മേലിൽ നമ്മൾ നിങ്ങളിവിടെ വായിക്കൂല. Mr. Hitchcock, what is happening in Pocketor? Sir, he is the inspector who was manhandled. Tell me what happened. സർ, അന്വേഷണത്തിന് നിന്ന് എന്റെ നേരെ 5000-ഓളം മാപ്പിളമാരാണ് വന്നത്. 5,000? സർ, അതിൽ കൂടുതൽ കാണും. തോക്ക്, കുന്തം, വാൾക്കത്തി തുടങ്ങിയ ആയുധങ്ങളുമായി ബ്രിട്ടീഷ് രാജാവും വെള്ളക്കാരും അവരെ കാവൽപ്പെട്ടികളും ഇനി ഈ നാട്ടിൽ വേണ്ടെന്ന് പറഞ്ഞ് അവരുടെ നേരെ നിറയൊഴിച്ചു സർ. ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. So you ran away? യെസ് സർ. Mr. Hitchcock, your police force is inefficient. They are cowards. Sir, I beg to submit no submissions. I will request His Excellency the Governor to send the army to crush these Muslim fanatics. കലക്ടർ പറഞ്ഞത് പട്ടാളത്തെ ഇറക്കണമെന്ന. പട്ടാളം ഇറങ്ങിയാൽ എറണാട്ടിൽ ശവം വീഴും. വീഴണം. വേണ്ടാത്ത അഹമ്മദിക്ക് പോയിട്ടല്ലേ? അല്ലെങ്കിൽ എന്തിനാ കോൺഗ്രസും ഖിലാഫത്തും ഈ ലേളയ്ക്ക് നടക്കുന്നത്? An absolutely marvelous place you have here. Well, I've seen worse. Yes. A drink? Oh, thank you. God save the king. എന്തിനാ ഹിച്ച്കോക്ക് സാഹിബ് അടിയന്തരായിട്ട് തോട്ടത്തിലേക്ക് വന്നത്? സാഹിബേ, പട്ടാളം ഇറങ്ങിയാൽ വല്ല ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുമെന്ന് സംശയിച്ച കേരള എസ്റ്റേറ്റിലെയും വെള്ളക്കാർക്ക് രക്ഷ കൊടുക്കാൻ കളക്ടർ സൂപ്രണ്ടിനെ ഇങ്ങോട്ട് അയച്ചത്. അപ്പോ ഖിലാഫത്തുകാരെ മുഴുവൻ ഒതുക്കാൻ തന്നെയാണോ പട്ടാളം വരുന്നത്? ഖിലാഫത്തിന്റെ പേര് പറയില്ല. മാപ്പിള ആക്ട് 7-ാം വകുപ്പ് പ്രകാരം മാരകായുധങ്ങൾ കൈവശം വെച്ചു എന്ന് പറഞ്ഞ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനം. ആലിമുസ്ലിയാരടക്കം. ആലിമുസ്ലിയാരെ അറസ്റ്റ് ചെയ്യും? നാട് കുട്ടിച്ചോറാവും. Miss Reeton, I know you're very capable of looking after yourself, but these are very bad times. If you should ever need our help, please do not hesitate to call upon us. Thank you, Mr. Hitchcock.
but no one here frightens me. Captain Rowley, we can reach Perapingari by train. From there, 1.5 hours marching distance to Tirunungari. Ali Muslia, the Mapla leader, lives there. Our mission is to arrest him and his gang before the 20th of August. Amu will help you in the planning. Yes, sir. ഞാൻ കാദറിന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ആരുമില്ല. കാതർക്ക ഉമ്മാന്റെ കൂടെ പൂക്കോട്ടൂരാണ് താമസം. എന്തേ ഇനി? കളക്ടർ പട്ടാളക്കാരോടുകൂടി തീവണ്ടിയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. അവർ തിരൂരങ്ങാടിക്ക് മാർച്ച് ചെയ്തു എന്ന് കേട്ടു. Ask him, where is Ali Muslia? ആലി മുസ്ലിയാർ എവിടെ? അറിയൂല. നമ്മൾ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നോളാണ്. Destroy it. ബോലോ തക്ബീർ! 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 അതെ, എങ്ങോട്ടോ നിങ്ങൾ എല്ലാരും കൂടെ? ബോലോ തക്ബീർ! ബോലോ തക്ബീർ! ബോലോ തക്ബീർ! എന്താ ബഹളം? മമ്പറം പള്ളിക്ക് പട്ടാളം വെടിവെച്ചു അത്രേ. അതിനെതിരായിട്ട് ആലി മുസ്ലിയാര് വെള്ളക്കാരെ യുദ്ധത്തിന് വിളിച്ചിരിക്കുക. അങ്ങനെ ജിഹാദ് വിളിക്കാൻ ആലി മുസ്ലിയാർക്കല്ല, ബോംബെയിലെ സെൻട്രൽ ഖിലാഫത്ത് കമ്മിറ്റിക്കാണ് അധികാരം. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന അബ്ദുൾ റഹ്മാൻ സാഹിബിനെയാണ് ആദ്യം അറിയിക്കേണ്ടത്. പോലെ നിർത്തണം. ഇനി ഇവര് പറയാൻ നമ്മളെ കേൾക്കണ്ട. ആലി മുസ്ലിയാരെ പിടിക്കാൻ കളക്ടർ സാഹിബ് തോക്കും പീരങ്കിയായിട്ട് പട്ടാളത്തെ വിട്ട് തിരങ്ങാടി ജുമാ മസ്ജിദ് വെടിവെച്ച് മമ്പറഞ്ചാളം പള്ളി പൊളിച്ച് ഇനി ഇത് സഹിക്കണമെന്ന് പറഞ്ഞാൽ പറ്റൂല. പുറപ്പടിയും തിരങ്ങാടിക്ക്. ബോലോ തക്ബീർ! ബോലോ തക്ബീർ! ബോലോ തക്ബീർ! ബോലോ തക്ബീർ! ഇതൊക്കെ സഹിക്കാം. പള്ളി കിടന്ന് 5-6 ആളുകളെ ഓല് പിടിച്ചോണ്ട് പോയേക്കണ്. അതെന്ത് കാരണത്തിനാണെന്ന് ചോദിക്കണം. നിങ്ങൾ സമാധാനമായിരിക്കും. അത് അന്വേഷിക്കാനല്ലേ ഞാൻ കോടതി വളപ്പിലേക്ക് ആള് പറഞ്ഞു വിട്ടത്. ആലി മുസ്ലിയാരുടെ കൽപ്പനല്ലടാ അവിടെ. ഇങ്ങനെ ചോദിക്കാവുന്ന താനൂർക്കാരുടെ മറുപടി പറയാൻ കളക്ടർ പോയിട്ടുണ്ട്. ബോലോ തക്ബീർ! ബോലോ തക്ബീർ! ബോലോ തക്ബീർ! തങ്ങളുപ്പാ പോയാലേ കാണുന്നില്ലല്ലോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ, തങ്ങൾ പാപ്പ താനൂരിന്ന് വന്ന ഞങ്ങളെ പട്ടാളം വെടിവെച്ച് 5-8 ആൾക്കാർ മയ്യത്തയക്കണേ. ഏ? ഇരിക്കാനാണ് പറയുന്നത്. എല്ലാരും ഇരിക്കാൻ.